ഇപ്പോൾ ദുരന്ത പ്രതിരോധ വിദഗ്ധനായിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസ് കൂടി ടെലിഫോണിൽ വെച്ചിട്ടുണ്ട്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, നമസ്കാരം. ഇതിപ്പോൾ ഈ വയനാട്ടുകാരുടെ വലിയൊരു ദുരിതം തന്നെയാണ് ഈ പ്രത്യേകിച്ച് ചുരത്തിലൂടെയുള്ള യാത്ര. അതിപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ ബ്ലോക്കാണ്, അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം മുതൽ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. എത്രയും വേഗം തന്നെ അത് എല്ലാം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മളോട് സംസാരിക്കുമ്പോൾ വിദഗ്ധരൊക്കെ പറയുന്നത്. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം അത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയ കല്ലും മണ്ണും ഒക്കെ റോഡിലേക്ക് പതിയുന്ന ഒരു അവസ്ഥ? ഇത് ഇനിയും വരും ദിവസങ്ങളിലും ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അതോ അവിടെ കനത്ത മഴയും തുടങ്ങിയ സംഭവങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കുമോ ഈ ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത്? നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. വയനാട് ചുരത്തെയും വയനാട് ചുരത്തിന് മുകളിലുള്ള സ്ഥലങ്ങളും ഈ പറയുന്ന വയനാട് ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സർവേയും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള പോകാൻ അവസരം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലും അല്ലാതെ തന്നെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും വിഷയങ്ങളും പഠിക്കാനും അതിനെ സംബന്ധിക്കുന്ന ഗവേഷണ പഠനങ്ങൾ നടത്താൻ അവസരം കിട്ടിയ ആളെന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. വയനാട് ചുരം താമരശ്ശേരി മുതൽ ആരംഭിച്ച് ലക്കിടി വരെ എത്തി, പിന്നെ ലക്കിടിയിൽ നിന്ന് നേരെ ചുരം അങ്ങ് മുകളിൽ കയറി പോകുന്ന അത്രയും സ്ഥലം, കുറെ വളവ് 10-18 ഹെയർപിൻ വളവുകളും ഒക്കെ കഴിഞ്ഞ് പോകുന്ന ആ സ്ഥലം, ഇതിനകത്ത് നിർമ്മിച്ചിരിക്കുന്ന റോഡ് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. അന്ന് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന റോഡുകൾക്ക് എടുക്കേണ്ട സേഫ്റ്റി മെഷേഴ്സ് ലഭ്യമായിരുന്നെങ്കിലും നമ്മുടെ സാമൂഹ്യ എന്താണ് സോഷ്യൽ ഇടങ്ങളൊന്നും നമുക്കത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് ലഭ്യമായിരുന്നില്ല. സാങ്കേതിക വിദ്യകൾ ലഭ്യമല്ല. പക്ഷെ ഇന്നിപ്പോ സാങ്കേതിക വിദ്യകൾ ലഭ്യമാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ ആ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കാതെയാണ് ഈ റോഡുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ റോഡ്, നിരപ്പായ സ്ഥലത്ത് റോഡ് നിർമ്മിക്കുന്ന അതേ സാങ്കേതിക വിദ്യ തന്നെയാണ് വയനാടും ചെയ്തിരിക്കുന്നത്. നിരപ്പായ സ്ഥലത്ത് ചെയ്യുന്ന കൃഷി തന്നെയാണ് വയനാടും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു അശാസ്ത്രീയതയാണ് വയനാടിലെ ദുരന്തങ്ങളെല്ലാം ഉയർന്ന പ്രദേശത്ത് പിടിച്ചു വരുത്തുന്നത്. അപ്പോൾ ഓരോ ഭൂപ്രദേശത്തിനും അനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും കൃഷിരീതികളും കൊണ്ടുവരാത്തതിന്റെയാണ് വലിയ പ്രശ്നം. മലകൾ ഇടിച്ച് തുരന്ന് റോഡുണ്ടാക്കുമ്പോൾ അത് ലംബമായി, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാൻ ശ്രമിക്കാം, 90 ഡിഗ്രി ലംബമായി കട്ട് ചെയ്ത് അലുവ കട്ട് ചെയ്തെടുക്കും പോലെ കട്ട് ചെയ്തെടുത്ത് നിർത്തിയിരിക്കുന്ന ഒരുപാട് റോഡുകളുണ്ട്. അതിന് പകരം അത് സ്ലോപ്പിയായി നിർത്തി അവിടെ രാമച്ചം പോലുള്ള ഒരുപാട് പുൽച്ചെടികളൊക്കെ വച്ചുപിടിപ്പിച്ച് സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറയും. സ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രോസസ്സിലൂടെ ഇതിനേക്കാൾ കിഴക്കൻ തൂക്കായ സ്ഥലങ്ങളിൽ റോഡ് നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അത് നെറ്റിൽ അവൈലബിളുമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ PWDക്കാർക്കോ നമ്മുടെ സാങ്കേതിക ഉദ്യോഗസ്ഥർക്കോ മന്ത്രിമാർക്കോ ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിന്റെ വിഷയമുണ്ട്. ഒന്ന്. രണ്ടാമത്, കൃഷിരീതികൾ, അടിമണ്ണ് ഇളക്കുന്ന കൃഷിരീതികൾ ചെയ്യുമ്പോൾ മേൽമണ്ണിലുള്ള പാറയും മറ്റ് മരങ്ങളും താഴോട്ട് വരുമെന്നുള്ളത് കൊച്ചു ഭൂമിശാസ്ത്രമാണ്. പക്ഷെ അതുപോലും അറിയാതെ ചെയ്യുന്നു. ഇവിടെ തന്നെ സംഭവിച്ചെന്താണ്? ലക്കിടിക്ക് അടുത്ത് സംഭവിച്ചത്, അവിടെ അടിമണ്ണ് ഇളകി ആദ്യം വരുന്നു, പിന്നെ മുകളിലോട്ടുള്ളവർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. പാറയായാലും പിന്നെ കെട്ടിടങ്ങളായാലും എന്തായാലും. ഭാഗ്യവശാൽ ഒരുപാട് കെട്ടിടങ്ങൾ പോയിട്ടില്ല, ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, വാഹനങ്ങൾക്ക് ഉണ്ടായില്ല. അതൊരു ഭാഗ്യമായി കരുതാം. എന്തായാലും താമരശ്ശേരി ചുരത്തിൽ ഉണ്ടായിട്ടുള്ളത്, വയനാട് എന്ന് പറയുന്നത് കേരളത്തിലെ വളരെ പ്രത്യേകതയുള്ള ഒരു ഭൂമിശാസ്ത്ര പ്രദേശമാണ്. വയനാട് പ്ലേറ്റോ, വയനാട് സമതലം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമായാലും അത് പിന്നെ താമരശ്ശേരി ചുരം കഴിഞ്ഞ് മുകളിലേക്ക് നിൽക്കുന്ന ഒരു ടേബിൾ, വയനാട് ടേബിൾ എന്നാണ് പറയുന്നത് നമ്മൾ. വയനാട് പ്ലേറ്റോ, വയനാട് ടേബിൾ, ആ മേശ പോലെ ഇരിക്കുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കാതെ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും കൃഷിരീതികളും പിന്നെ ഈ അധികരിച്ചു വരുന്ന മഴയും, ഇങ്ങനെ മഴ അധികരിച്ചു വരുന്നതിനും ഈ നമ്മുടെ കൃഷിരീതികളും നമ്മുടെ സംവിധാനങ്ങളും കുറച്ച് സ്വാധീനിക്കും. കൂടുതലും ഇല്ല, കുറച്ച് സ്വാധീനിക്കും. ഇതെല്ലാം കൂടി വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് അവിടെ വരുന്നത്. അപ്പൊ ഇതിന് പകരം എന്ത്, പാരലൽ റോഡാണോ അതോ പിന്നെ തുരങ്കപാതയാണോ? ഇപ്പൊ ഇതിനു മുമ്പ് സംസാരിക്കുന്ന കേട്ടോ, CPM-ന്റെ ആള് പറയുന്ന കേട്ടോ തുരങ്കപാത വേണമെന്നൊക്കെ പറയുന്ന കേട്ടോ. അത് എല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ തുരങ്കപാതയെ സംബന്ധിച്ചും എനിക്ക് എന്റേതായ നിരീക്ഷണങ്ങളുണ്ട്. അത് ഈ ചർച്ചയുടെ ഇപ്പോഴത്തെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രധാന വിഷയം അതല്ല. റോഡ് നിർമ്മാണത്തിൽ സൈഡ് വാളുകൾ സ്റ്റെബിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സൈഡ് പ്രദേശങ്ങൾ ഉറപ്പുവരുത്തുന്ന രീതിയിലല്ല നമ്മുടെ റോഡ് നിർമ്മാണം. അതുകൊണ്ട് തന്നെയാണ് വൻ മരങ്ങളും വ്യത്യസ്ത തലങ്ങളിലുള്ള ഭൂവിനിയോഗവുമുള്ള മരങ്ങളുമുള്ള ഉയർന്ന മരങ്ങൾ, തൊട്ട് താഴെ അതിന്റെ താഴെയുള്ള മരങ്ങൾ, പൊക്കം കൂടിയ മരങ്ങൾ, കുറഞ്ഞ മരങ്ങൾ, താഴേക്ക് വന്ന് പുൽച്ചെടികൾ വരെ, പുൽത്തകിടി വരെ ഉണ്ടായിരിക്കുന്ന വ്യത്യസ്തമായ ഒരു ഭൂമിശാസ്ത്ര പ്രദേശത്ത് എല്ലാം കട്ട് ചെയ്ത് റോഡ് ഉണ്ടാക്കുമ്പോൾ ആവശ്യമായി എടുക്കേണ്ട മുൻകരുതലുകൾ എടുക്കാൻ നമ്മൾ ഇതുവരെ നമ്മുടെ സംവിധാനത്തിൽ പറ്റിയിട്ടില്ല. PWD എഞ്ചിനീയർമാർ അത് പഠിക്കുന്നുമില്ല, എഞ്ചിനീയറിംഗ് കോളേജിൽ അത് പഠിപ്പിക്കുന്നുമില്ല. ഇതിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായിടത്തും ഒരേ പാറ്റേണിൽ റോഡ് പണിയും. പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം
ദേശീയ പാതയായാലും സംസ്ഥാന പാതയായാലും പഞ്ചായത്ത് റോഡായാലും പണിയുന്നതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കരാറെടുത്തവരും മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളുമാണ്. അവർക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രമോ മറ്റു കാര്യങ്ങളൊന്നും കൃത്യമായി അവർ സർവേ ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അതിന്റെ ദുരന്തങ്ങളാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ, തമിഴ്നാട്ടിലെയോ മറ്റ് സംസ്ഥാനങ്ങളിലെയോ റോഡ് പണിയുന്നത് പോലെ ചുരം പ്രദേശങ്ങളിൽ റോഡ് പണിത് വെക്കുകയും അതിന്റെ അടുത്ത് താമസിക്കുന്ന ആളുകളും ജനങ്ങളും മറ്റ് കൃഷിരീതികളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി വലിയ മഴ കൂടെ വരുമ്പോൾ ഇതെല്ലാം കൂടി കോംപ്ലക്സിറ്റി ഉണ്ടാക്കും, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ സങ്കീർണമാക്കും. എന്തായാലും ഇപ്പോ ചുരത്തിലുണ്ടായത് പിന്നെ അത് ഗതാഗതം മാത്രം ഒന്ന് പിന്നെ എന്താണ് ശരിയാക്കിയാൽ മതി. ബാക്കി ഡെബ്രീസ് എന്നാ പറയുന്ന സാങ്കേതികമായി ഡെബ്രീസും അതുപോലെ വീണിട്ടുള്ള മണ്ണും കല്ലും എല്ലാം വാരി മാറ്റിയാൽ ഗതാഗത സുഗമമാവും. പക്ഷെ അപ്പോഴും ഞാൻ ഈ വളരെ അടുത്തും വയനാട് പോയിരുന്നു. പല സ്ഥലങ്ങളിലും ഈ ചുരത്തിലേക്ക് പോകുന്ന സ്ഥലത്തും അല്ലാത്ത, ഇപ്പൊ ചുരം മാത്രമല്ല അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ മല തുരന്ന് അല്ലെങ്കിൽ മല കട്ട് ചെയ്ത് റോഡുണ്ടാക്കിയിരിക്കുന്ന സ്ഥലത്തൊക്കെ ഈ ഭീഷണി ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി എഞ്ചിനീയറിംഗ് വിഭാഗവും പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം വളരെ ഗൗരവമായ അന്വേഷണവും പഠനവും അതിനനുസരിച്ചുള്ള നിർമ്മാണ സുരക്ഷിതത്വ മാർഗങ്ങളും കൃഷിരീതികളും ആരാഞ്ഞില്ലെങ്കിൽ ഇതിങ്ങനെ ഒരു തുടർ പ്രവർത്തനമായി വന്നുകൊണ്ടേയിരിക്കും. ശരി, വളരെ നന്ദി ശ്രീ സുഭാഷ് ചന്ദ്രബോസ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.